Hi dears, welcome back to my channel. ഇന്നത്തെ റെസിപ്പി കടല വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റം ആണ്. അപ്പോൾ കടലയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ അടുത്തുണ്ടാവും. റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കടലയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കടല വെച്ചിട്ട് കറിയൊക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രത്യേകം സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അളവിൽ കടല എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ തയ്യാറാക്കുന്നത് അതിന് മുമ്പ് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കണമെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാലും മതി. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചെടുക്കണ്ട. ഇതൊരു 2-3 വിസിൽ വരെ വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഞാനത് അടച്ചു വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കടലയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ 3 വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് കടല മാത്രം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് അധികം തന്നെ മുളകും പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല എരിവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് കടലയിലേക്കുള്ള അളവാണ് ഞാനിവിടെ പറഞ്ഞത്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളയാതെ തന്നെ നല്ല കഴുകി എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചതച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിലൊരു അല്പം ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കി വെച്ചിരുന്നു. ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. 2-3 ഒക്കെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേർപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സമയം ഫ്രൈ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതല്ല നിങ്ങൾക്ക് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് പുറം ഭാഗം മാത്രം ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ പെട്ടെന്ന് കോരിയെടുത്താൽ മതിയാവും. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുമ്പോഴും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുക. അതല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബാച്ച് കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൊറിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടല വറുത്തത് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കടല കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. 4 മണിക്ക് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്